ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അവിടെ? കേൾക്കുന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു യെസ് അങ്ങനെ ഇടുമോ? ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജുവൽ എന്നാണ്, ജുവൽ സിറിയക്. ഞാൻ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഈ ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക്. അപ്പം ഇത് ഈസി അല്ലേ? അപ്പോൾ അറ്റൻഡൻസ് ഒക്കെ സാധാരണ എങ്ങനെ ഇടാറ്? ഇപ്പോൾ 16 പേരാണ് ഈസി ക്ലാസ്സിൽ കാണിക്കുന്നത്. ഞാനിപ്പം അറ്റൻഡൻസ് വിളിച്ച് നിങ്ങൾ വോയിസ് ഓൺ ആക്കിയിട്ട് ഉണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? ഓക്കെ. അനസ് റോഷൻ CH. Sir. ഓക്കെ. അനശ്വർ സുരേന്ദ്രൻ. ഇല്ല. ഓക്കെ. അനുഗ്രഹ്. Present, sir. അശ്വന്ത് C. Present, sir. ധ്യാൻ ബിജു TK. Present, sir. ഫാത്തിമ നാദ. Present, sir. ഫാത്തിമത്ത് സഫ PP. Present, sir. ഫാത്തിമത്ത് സന PP. Present, sir. ജ്യോതിർ C. Present, sir. കൈലാസ് നാഥ് K. Present, sir. മുഹമ്മദ് മുവാദ് ഫറൂഖ് PP. Sir. അല്ല, ആ പേരെങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞു തരൂ. Muhammad Muad. ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെയാണല്ലേ. താങ്ക് യു. നേഹ ഷിരിൻ KP. Present, sir. നിഖിൽ ദാസ്. Present, sir. നിഖിൽ P. ഇല്ല. പ്രണവ് രാജ് K. Present. ഓക്കെ. സായന്ത് സതീശൻ. Present, sir. ഓക്കെ. ഈ നാളെ മുതൽ നിങ്ങളൊന്ന് റോൾ നമ്പർ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് പേരൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഞാനിന്ന് വിളിച്ചത്. നാളെ റോൾ നമ്പർ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ജുവൽ എന്നാണ്. ഞാനിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് MSc ഫിസിക്സ് കഴിഞ്ഞാണ്. അതായത് 2020 കഴിഞ്ഞാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ക്ലാസ് നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പം തന്നെ പറയാം. മനസ്സിലാകുന്നില്ല പറയാം. അപ്പോൾ എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞു തരും. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പറഞ്ഞു തരും. പിന്നെ ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. കാസർഗോഡ് പെരിയയിലാണ് എൻ്റെ വീട്. ഓക്കെ. എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള എഞ്ചിനീയറിംഗ് ഫിസിക്സ് Aയും പിന്നെ ഫിസിക്സ് ലാബും ഉണ്ട്, അതായത് വർക്ക്ഷോപ്പ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ലാബ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വഴി ചെയ്യൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം അതിന് കുറച്ച് മെറ്റീരിയലൊക്കെ തയ്യാറാക്കാനുണ്ട്. അതായത് ഞാനൊരു PDF, അതായത് ഇപ്പോൾ ഓൺലൈൻ നോക്കിയിട്ട് ഒരു 7 എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം അത് നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെ അത് കൺവേ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇന്നെന്തായാലും ലാബിൻ്റെ പീരീഡ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം കുറച്ച് മെറ്റീരിയലൊക്കെ തയ്യാറാക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് പോയാലോ. ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. ഞാൻ ഞാനൊരു വൈറ്റ് ബോർഡ് എടുത്തിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പോ എന്തെങ്കിലും എക്സ്പ്ലനേഷനോ ഡെഫിനേഷനോ ഒക്കെ പറയുമ്പം അത് മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ വോയിസ് ഓൺ ആകുക. വോയിസ് ഓൺ ചെയ്തിട്ട് പറയുക, സാർ എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഒന്നും കൂടി പറയണമെന്ന് പറയുക. അപ്പം ഞാനത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതിന് ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഞാനും സ്റ്റുഡൻ്റാണ്. ഞാനും പഠിച്ചിറങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ഓക്കെ.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ പഠിക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഓസിലേഷൻ, വൈബ്രേഷൻ, വേവ്സ് എന്നതിനെക്കുറിച്ചാണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, അതായത് ഒരു സംഭവം പറയാം. ഈ 2001 നമ്മുടെ ലണ്ടനിലെ എഞ്ചിനീയർമാരെല്ലാം കൂടി ഒരു പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റ് നടത്തി. അതായത് തെയിംസ് റിവർ കേട്ടിട്ടുണ്ടാവും. ആ റിവറിൻ്റെ മുകളിൽ കൂടി ഒരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ പേര് മില്ലേനിയം ബ്രിഡ്ജ് എന്നായിരുന്നു. അതായത് അതൊരു വാക്കിംഗ് ബ്രിഡ്ജ്. ഇറ്റ്സ് എ വാക്കിംഗ് ബ്രിഡ്ജ്. അതായത് വാഹനങ്ങൾ പോകുന്ന ബ്രിഡ്ജല്ല, വാക്കിംഗ് ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് 2001 സാങ്ഷൻ ചെയ്ത് തുറന്നു കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ സംഭവം. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഈ ബ്രിഡ്ജ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത് അവിടുത്തെ യൂറോപ്യൻ എഞ്ചിനീയർമാർക്കെല്ലാം ഭയങ്കര നാണക്കേട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിലൂടെ വെൻ പീപ്പിൾ വാക്സ് ത്രൂ ദിസ് ബ്രിഡ്ജ്, ഈ ബ്രിഡ്ജിലൂടെ നടക്കുന്ന സമയത്ത് ഈ ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ തൂക്കുപാലമില്ലേ, ഈ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ആടുന്ന പോലെ ഈ ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചു? വൈ ദിസ് ഹാപ്പൻസ്? ചില ഫിസിക്കൽ ലോസ് അവിടെ അപ്പോഴത്തെ അത് പണിത ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അനുസരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടോ പറ്റിയ സംഭവമാണ്. അപ്പം അത് ആക്ച്വലി റിയലി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഈ മൊഡ്യൂൾ കഴിയുമ്പോൾ ഏറെക്കുറെ എന്തായാലും മനസ്സിലാവും. ഞാൻ ജസ്റ്റ് അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. അതായത് എഞ്ചിനീയറിംഗിൽ ഫിസിക്സിനെ വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്സ് പ്രിൻസിപ്പിൾ ഒബേ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട സാധനം, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള സാധനമാണ് പീരിയോഡിക് മോഷൻ. എന്താണ് പീരിയോഡിക് മോഷൻ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പീരിയോഡിക് മോഷൻ ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവൽസ്. അതായത് അതൊരു തരത്തിലുള്ള ഒരു മോഷനാണ്. അതായത് ഒരു ഡെഫിനിറ്റ് ടൈം ഇൻ്റർവൽ കഴിയുമ്പം ഇറ്റ് റിപ്പീറ്റ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ് ഈസ് കോൾഡ് എ പീരിയോഡിക് മോഷൻ. For example, best example, one of the best example for periodic motion is revolution of Earth. അതായത് when Earth rotates around, when Earth moves around the sun, Earth ഇങ്ങനെ മൂവ് ചെയ്യാണ് സണ്ണിൻ്റെ ചുറ്റും. ആഫ്റ്റർ എ ഡെഫിനിറ്റ് ഇൻ്റർവൽ ഓഫ് 365 days, ആഫ്റ്റർ 1 year, it again comes to the initial position. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ എർത്ത് പിന്നെ ഇനീഷ്യൽ പൊസിഷനിലെത്തി അതേ പാത്ത് കണ്ടിന്യൂ ചെയ്യും. സോ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് എ പീരിയോഡിക് മോഷൻ. അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ, ടേക്ക് എ സിമ്പിൾ പെൻഡുലം. നമ്മളൊരു സ്ട്രിങ്ങിൽ ഒരു ബോബ് കണക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു ഹൈറ്റിൽ വെച്ചു, എന്നിട്ട് അത് ലീവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് അണ്ടർഗോ ഓസിലേഷൻ. ഇവിടെ ഒരു മാക്സിമം പൊസിഷനിൽ ഈ ബോബ് എത്തും, again it retraces the path. സോ ഇതുപോലുള്ള മോഷനെ പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ. പക്ഷേ എല്ലാ പീരിയോഡിക് മോഷൻ, നോട്ട് എവരി പീരിയോഡിക് മോഷൻ ഈസ് എ ഓസിലേറ്ററി മോഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഓസിലേറ്ററി മോഷൻ? വാട്ട് യു മീൻ ബൈ ഓസിലേറ്ററി മോഷൻ? ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റാണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ we see that revolution of Earth, it's type of periodic motion but it's not an oscillatory motion. It traces the path. അത് ഫോളോ ചെയ്യുന്ന പാത്ത് എപ്പോഴും ഒരു റെഗുലർ ഡെഫിനിറ്റ് ഇൻ്റർവൽ കഴിയുമ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ അല്ല. പക്ഷേ പെൻഡുലത്തിന് കേസിൽ ഇഫ് വി ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഇറ്റ് വിൽ മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഈ ടൈപ്പ് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആൻ ഓസിലേഷൻ. ഓസിലേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു സിമ്പിൾ പെൻഡുലം. ഓർ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്പ്രിങ്. Take an example of spring loaded with mass. Consider that this is a mass m is connected with the spring and this end of spring is fixed. If we pull this mass, അതായത് നമ്മൾ ഈ മാസിനെ ജസ്റ്റ് ഒന്ന് പുറകോട്ട് വലിക്കുന്നു, ജസ്റ്റ് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വലിക്കുന്നു, എന്നിട്ട് ജസ്റ്റ് എലോ ഇറ്റു നമ്മൾ അതിന് ഫ്രീ ആയിട്ട് വിടുന്നു. വാട്ട് ഹാപ്പൻ ടു ഇറ്റ്? ഇത് ഓസിലേറ്റ് ചെയ്യും. അതായത് ദ സ്പ്രിങ് വിൽ ഗോ, ഇത് സ്ട്രെച്ച് ചെയ്യും, ഇവിടെ എത്തും, വീണ്ടും ഇക്വലിബ്രിയം പൊസിഷനിലേക്ക് എത്തും. ഇറ്റ് വിൽ അണ്ടർഗോ ഓസിലേഷൻ. ദിസ് ടൈപ്പ് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ഓസിലേറ്ററി മോഷൻ. അപ്പം ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ
regular time interval കഴിയുമ്പോൾ repeat ചെയ്യുന്നത്. Any type of motion that repeats regular after equal intervals of time is called periodic motion. And example for that is the revolution of Earth. And oscillatory motion it is when a particle moves to and fro about a fixed point. It also repeats the motion after regular intervals of time is called oscillatory motion. We saw the best example. Two of the best example is spring mass system. Spring mass system and a simple pendulum. Simple pendulum. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. കേൾക്കുന്നില്ലെങ്കിൽ അപ്പം പറയണം. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മോഷനെ കുറിച്ച് പഠിച്ചു. വി ടോക്ക് അബൌട്ട് പീരിയോഡിക് മോഷൻ ആൻഡ് ഓസിലേറ്ററി മോഷൻ. നൗ വി കം ടു അവർ മെയിൻ പോയിന്റ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. What is simple harmonic motion? Simple harmonic motion, it is a type of oscillatory motion in which the force acting on the particle is proportional to its displacement and it is always directed opposite to it. അത് കറക്റ്റ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Take the example of a spring. Consider that the spring is fixed here with a mass on it of mass m. If we pull this system, spring mass system, to a distance x from the equilibrium position, ഇതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ആ പൊസിഷനിൽ നമ്മൾ സ്പ്രിങ്ങിനെ വെറുതെ അവിടെ വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യില്ല, അവിടെ ഇരിക്കും. ബട്ട് ഇഫ് വി പുൾ അപ് ടു എ ഡിസ്റ്റൻസ് എക്സ്, നമ്മളൊരു എക്സ് ഡിസ്റ്റൻസ് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫീൽ എ ഫോഴ്സ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ സാധാരണ ഒരു സ്പ്രിങ് എടുത്ത് കയ്യിൽ പിടിച്ച് നമ്മൾ കുറച്ചൊരു ദൂരം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് ഒരു ഫോഴ്സ് നമ്മുടെ കയ്യിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അത് എത്രത്തോളം ദൂരം വലിക്കുന്നു, ഹൗ മച്ച് ഡിസ്പ്ലേസ്മെന്റ് വി മൂവ്, അതായത് എത്രത്തോളം ദൂരം നമ്മൾ ആ സ്പ്രിങ് വലിക്കുന്നു അത്രത്തോളം ഫോഴ്സ് അധികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് പറയുന്നത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. നമ്മൾ എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് വലിക്കുന്നു അത്രത്തോളം സ്പ്രിങ് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ്, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആൻഡ് ദാറ്റ് ടേം ഈസ് ഇമ്പോർട്ടൻറ്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് പിന്നെ ഈ പാർട്ടിക്കിളിന് മേൽ പിന്നെ അപ്ലൈ ചെയ്യും. അതിനെയാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ്, എഫ് റിസ്റ്റോറിംഗ് ഫോഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. വൈ മൈനസ് സൈൻ? ഈ മൈനസ് സൈൻ എന്തുകൊണ്ടാണ്? വൈ ദിസ് മൈനസ് സൈൻ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സൈഡിലേക്ക് പിന്നെ ടു ദിസ് സൈഡ് വെൻ സ്പ്രിങ് ആൻഡ് മാസ് ഈസ് പുള്ളിങ് ടു ദിസ് സൈഡ്, ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദിസ് സൈഡ്. നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ സ്പ്രിങ് വലിക്കുന്നത് അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സ്. സ്പ്രിങ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, റിസ്റ്റോറിംഗ് ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ സ്പ്രിങ് നമ്മൾ പ്രസ് ചെയ്തു, if we press the spring up to a displacement x, ആ സൈഡിലേക്ക് സ്പ്രിങ് പ്രസ് ചെയ്തു, അപ്പോൾ നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. നമ്മൾ ഇങ്ങനെ ചെയ്താണ്, ഇഫ് വി ഡു ദിസ് ടൈപ്പ് ഓഫ് തിങ് ഓസിലേഷൻ വിൽ ഗോ ഓൺ. അപ്പം നമുക്ക് ഒരു സ്പ്രിങ് മാസ് സിസ്റ്റത്തിൽ ഓസിലേഷൻ നടക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് ഓസിലേഷൻ ഈസ് കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ടൈപ്പ് ഓഫ് ഓസിലേഷൻ in which acceleration or force, restoring force, is proportional to displacement. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജസ്റ്റ് വോയിസ് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായില്ലെങ്കിൽ പറയാം, ഇത് മനസ്സിലായില്ല എന്തായാലും പറയാം. അപ്പം ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എൻ്റെ സൗണ്ട് കൂടുതലായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ എൻ്റെ വാക്ക് വ്യക്തമാകുന്നുണ്ടാവില്ല, ക്ലിയർ ആവുന്നുണ്ടാവില്ല. എങ്ങനെ എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. Okay, so we seen that oscillatory simple harmonic motion, it is a type of oscillatory motion in which the restoring force is proportional to displacement. F proportional to displacement. നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു സംഭവമാണ്. ഇഫ് വി ഹാവ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ല പ്രൊപ്പോർഷണാലിറ്റി സൈൻ, വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. F equal to minus k. So we can write this as F equal to minus k, and this k is proportionality constant here.
പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. സ്പ്രിങ്ങിൻ്റെ കേസിൽ ഈ കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി കോൾ ദിസ് ആസ് ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഓർ സ്പ്രിങ് കോൺസ്റ്റന്റ്. ഓക്കെ, ഞാനിപ്പോൾ എഴുതുന്ന സാധനങ്ങൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വെച്ചാൽ മൊബൈലിൽ സ്ക്രീനായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് ഇത്ര വലുപ്പം അല്ലെങ്കിൽ ഒന്ന് പറയണേ. ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക്, കാരണം ഞാനിപ്പോൾ ഫുൾ സ്ക്രീനാണ് കാണുന്നത്. ഒന്ന് വോയിസ് ഓൺ ആക്കി ഒന്ന് പറയണം. ഓക്കെ ഓക്കെ. ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. നമുക്ക് വി നോ ദാറ്റ് ന്യൂട്ടൺസ് ലോ, ഏത് ഫോഴ്സ് ആണെങ്കിലും നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഇതാണ് ന്യൂട്ടൺസ് ലോ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ, ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്യാം. അതായത് എന്തിൻ്റെ ആക്സിലറേഷൻ? ഈ സ്പ്രിങ്ങിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് സ്പ്രിങ് ദർ ഈസ് എ മാസ് എം. That mass is m and acceleration of that mass is a. So we can replace this f as ma equal to minus kx. What is acceleration? Acceleration a is equal to rate of change of velocity. If we do that, if we define velocity as rate of change of position, അതായത് വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം ഡി എക്സ് ബൈ ഡി ടി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ കിട്ടും. റീസബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ടേം എം ആക്സിലറേഷൻ വരും ഇൻ ദ പ്ലേസ് ഓഫ് ആക്സിലറേഷൻ ഫോർ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ എക്സ് ബൈ dt square equal to minus kx. ഓക്കെ, ഈ ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. d square x by dt square plus kx equal to 0 or d square x by dt square plus k by x equal to 0. This equation is important. Equation important ആണ്. Equation ആണ് simple harmonic motion represent in equation. Or put that വെറുതെ let k by m equal to omega 0 square. ഈ ഒമേഗ 0 സ്ക്വയറിനെ നമ്മൾ ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ കാണുമ്പോൾ വെൻ വി ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ വി ഡിറ്റർമൈൻ ദീസ് ഒമേഗാസ് angular frequency, angular velocity of this particle frequency ആയിട്ട് കാണും. സോ ഈ k by m ന് വരാം ഫോർ ഇൻ ദ പ്ലേസ് ഓഫ് k by m വി പുട്ട് ഒമേഗ 0 സ്ക്വയർ. സോ d square x by dt square plus omega square x equal to 0. സോ അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുകയാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ ഹോമോജിനസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഒരു എസ് എച്ച് എമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായെങ്കിൽ ക്ലിയർ ആയെങ്കിൽ ഓക്കെ ഒന്ന് ആയിന്നൊന്ന് പറയുമോ? ചാറ്റ് ബോക്സിൽ പറഞ്ഞു ഉണ്ട്, ചാറ്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു എസ് എച്ച് എം അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷന് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. എന്താണ്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ
plus omega square x equal to 0. നമുക്കിതിനെ സോൾവ് ചെയ്യണം. നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എങ്കിലും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ടെസ്റ്റിലൊക്കെ ഉണ്ട്, അതായത് ബോത്ത് സൈഡ്സ് നമ്മൾ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ചെയ്യുന്നു. ഈ ഇക്വേഷന് രണ്ട് സൈഡിലും വി മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2 ഡി എക്സ് ബൈ ഡി ടി, 2 ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ dt square plus 2 dx by dt omega square x equal to 0. ഈ ടേം, ഇത്രയും ടേം എന്ന് പറയുന്നത് നമുക്കിതിനെ ഇങ്ങനെ ചുരുക്കി എഴുതാൻ പറ്റും. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് d by dt of dex by dt square plus omega square x square equal to 0 എന്ന രീതിയിൽ നമുക്ക് ഇതിനെ ചുരുക്കി എഴുതാൻ പറ്റും. അതായത് നമ്മൾ ടി വെച്ച് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇഫ് യു ഡിഫറൻഷിയേറ്റ് ദിസ് എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ, ദാറ്റ് മീൻസ് 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് if you differentiate this d by dt of omega 0 square x square, that is equal to omega square into 2x, x square, the differential of x square is 2x, omega square into 2x into dx by dt. So we can write this expression as this thing. This is the main thing. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് ഈ എക്സ്പ്രഷനെ ടി വെച്ചൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. സോ അത് ക്ലിയർ ആണ്. And next thing we are doing is we are integrating on both sides with respect to t. Integrate d by dt of this thing is d of this thing, so we get dx by dt square. അതായത് ഡിഫറൻഷ്യൽ ഇൻറ്റഗ്രേറ്റ് ആണ്. അതായത് ഡി ബൈ ഡി ടി ഓഫ് അതൊരു ഡിഫറൻഷ്യലാണ്. ആ ഡിഫറൻഷ്യലിനെ ജസ്റ്റ് ആ ടി വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ എക്സ്പ്രഷൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. റിമൈനിങ് തിങ് ഈസ് ദാറ്റ് d by dt plus omega 0 square x square equal to 0 dt. എന്താണ് ഇന്റഗ്രൽ 0 dt? എന്താണ് ഇന്റഗ്രൽ 0 dt? 0 plus some constant of integration c. We get some constant of integration c. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് dx by dt square plus omega 0 square x square equal to c. What is dx by dt? Rate of change of position. x എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും പൊസിഷൻ അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി is defined as rate of change of displacement. So v, when at extreme position, അതായത് ഒരു സ്പ്രിങ്, ടേക്ക് ദ കേസ് ഓഫ് എ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രീം പൊസിഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള എക്സ്ട്രീം ഡിസ്പ്ലേസ്മെന്റ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് റീച്ച്ഡ് ബൈ ദിസ് മാസ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഏതൊരു ഓസിലേഷൻ, ടേക്ക് എനി ടൈപ്പ് ഓഫ് ഓസിലേഷൻ, ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഈക്വൽ ടു എ, ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, എക്സ് ഈക്വൽ ടു എ ആണ്. ആ എക്സ് ഈക്വൽ ടു എ, ആ ടൈമിൽ ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് എടുക്കാം. ഒരു സിമ്പിൾ പെൻഡുലം അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലെത്തി, എത്താവുന്ന മാക്സിമം ഹെയ്റ്റിലെത്തി, അതായത് ആംപ്ലിറ്റ്യൂഡ് അത് ജസ്റ്റ് എക്സ് ഈക്വൽ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി 0 ആയിരിക്കും. കാരണം ആ പൊസിഷനിൽ അപ്വേർഡ് വെലോസിറ്റി 0 എത്തിയിട്ടാണ് തിരിച്ച് ഇറ്റ് കെയിം ബാക്ക് ടു ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു എ, വെലോസിറ്റി ഓർ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റും. ഈ ഇനീഷ്യൽ കണ്ടീഷൻ, condition of this oscillation, we can resubstitute in this equation. Put x equal to a, so dx by dt equal to 0. 0 square plus omega square a square equal to c. So we get the value of constant of integration as omega square a square.
ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ടു ഫൈൻഡ് വാല്യൂ ഓഫ് ദിസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വി ഡു ദിസ് തിങ് വി examine these initial conditions. So we can rearrange this equation as dx by dt square plus omega square x square equal to omega square a square. ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ പറ്റും, അതായത് ഈ ഇക്വേഷൻ പെട്ടെന്ന് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം dx by dt square equal to, when rearranging this equation, dx by dt square equal to omega square a square minus x square. ഈ ടേമിനെ ഇക്വാലിറ്റിയുടെ ഇപ്പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഇത് മൈനസ് ആയി. അപ്പം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബ്രാക്കറ്റ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. So I am taking the next page. Okay, we get the equation as okay, we get the equation as dx by dt square equal to omega square into a square minus x square. So the velocity of the particle undergoing a simple harmonic motion dx by dt equal to, take the root of this thing, root of omega square a square minus x square, that is equal to omega into root a square minus x square. The velocity of particle, അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഉള്ള ഒരു പാർട്ടിക്കിൾ, സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, അത് എക്സ് പൊസിഷനിൽ, അതായത് ഒരു പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ പോകുന്നു, ആ പെൻഡുലം അറ്റ് എക്സ് പൊസിഷൻ അതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അല്ലെങ്കിൽ ഒരു സ്പ്രിങ്, ടേക്ക് ദ കേസ് ഓഫ്, നമ്മൾ നേരത്തെ കണ്ടപോലെ ടേക്ക് ദ കേസ് ഓഫ് എ സ്പ്രിങ് മാസ് സിസ്റ്റം ഉണ്ടപ്പോൾ അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ എക്സ് ഡിസ്റ്റൻസ് സഞ്ചരിച്ചു ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇടയ്ക്ക്. ഇൻ ദ ടൈം ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ assume that this mass travel at distance 6. Then what is its velocity? It is given by this expression omega 0 square root of a square minus x square, and this a is the amplitude which is the maximum displacement that the mass can travel in this oscillation. Okay, so we get this equation as dx by dt equal to omega 0 root of a square minus x square. So നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, നമുക്ക് വെലോസിറ്റി കിട്ടി, the velocity of the simple harmonic motion, the velocity of particle in simple harmonic motion. നമുക്ക് ഈ ഇക്വേഷനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് take the dx by root of a square minus x square. ഈ ഇക്വേഷൻ നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അറ്റ് ടൈം ടി. നമുക്കൊരു ടൈം ടി തന്നു, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ടൈം ടിയിൽ നമ്മുടെ particle എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, ദ പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ, ദ എക്സ് ഓഫ് ടി, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദാറ്റ്. സോ വി ആർ റീഅറേഞ്ചിങ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ as taking this numerator into denominator of LHS. So dx by root of a square minus x square equal to omega 0 dt. Okay. So in the recent page we write that dx by root of a square minus x square equal to omega 0 dt. Okay, നമ്മൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഇൻ ദ ബോത്ത് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന വെൻ വി ആർ സ്റ്റഡിങ് ഇൻ്റഗ്രേഷൻ പ്ലസ് ടുവിലേക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഇൻ്റഗ്രൽ ഡി എക്സ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇങ്ങനെയൊരു റിലേഷൻ പഠിച്ചാൽ നിങ്ങൾ എന്തായാലും ഓർക്കുന്നുണ്ടാവും. സോ ഈ ഇൻ്റഗ്രേഷൻ്റെ ഉത്തരം സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. അതിന് ഡിറൈവ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു ഒമേഗ 0 ഡി ടി. ഒമേഗ 0 എന്ന് പറയുന്ന ഡി ടിയുടെ ഒരു ഫംഗ്ഷൻ അല്ല. സോ ഒമേഗ 0നെ പുറത്തേക്ക് ഒമേഗ 0 ടി പ്ലസ് കെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. നമുക്ക് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹാവ് ലിമിറ്റ് ഇൻ ഇൻ്റഗ്രേഷൻ വി വാണ്ട് ടു പുട്ട് എ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ഓർ പുട്ട് ഇറ്റ് ഇസ് എ 5. രണ്ട് സൈഡിലും നമ്മൾ സൈൻ ഫംഗ്ഷൻ എടുക്കുന്നു, ഇവിടെയും സൈൻ കൊടുക്കുന്നു, ഇവിടെയും സൈൻ കൊടുക്കുന്നു. അപ്പം സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഇറ്റ് വിൽ ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് വി ഗെറ്റ് എക്സ് ബൈ എ ഈക്വൽ ടു
omega 0 t plus sine of omega 0 t plus 5, or x equal to a sine omega 0 t plus 5. അതായത് ഇതാണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ x equal to where a is x at t, displacement at time t equal to a is amplitude and sin omega 0 t plus 5, and 5 is called the phase angle. ഫേസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് റിയലി നമ്മളൊരു സിമ്പിൾ പെൻഡുലും ഒക്കെ ഏത് ആംഗിളിൽ നിന്നാണ് അതിനെ ഓസിലേറ്റ് ചെയ്യാൻ വരുന്നത്. നമുക്ക് ഇപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. നമ്മളൊരു ജസ്റ്റ് ഒരു ഹീറ്റിൽ കൊണ്ട് വെക്കണം, ഹീറ്റിൽ കൊണ്ട് വെച്ചെങ്കിൽ മാത്രമേ ഇത് ഓസിലേറ്റ് ചെയ്യൂ. അതിനെയാണ് അങ്ങനെ ഒരു ഫേസ് ഡിഫറൻസ് ആണ് ഈ ഫൈ എന്ന് പറയുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുകയാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഞാൻ എ എന്ന് എഴുതാൻ. എ ഈക്വൽ ടു സൈൻ ഒമേഗ 0 t പ്ലസ് 5. നമ്മൾ അടുത്തായിട്ട് ഇതുപോലത്തെ ഓസിലേറ്ററി മോഷൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പീരീഡ്. വാട്ട് ഈസ് പീരീഡ്? ടു റിലേറ്റഡ് ക്വാണ്ടിറ്റീസ് ആണ് ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. സോ അതിൻ്റെ റിയൽ മീനിങ്, വി വാണ്ട് ടു നോ വാട്ട് ദ റിയൽ മീനിങ് ഓഫ് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി. പീരീഡ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ, ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ, അതായത് സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ ഒരു സ്വിങ്, ഇതിൻ്റെയൊക്കെ അതായത് ഒരു മാക്സിമത്തിൽ നിന്ന് അടുത്ത എക്സ്ട്രീമത്തിലേക്ക് പോയി തിരിച്ച് അതേ എവിടെ തുടങ്ങിയോ വാട്ട് ദ ഇനീഷ്യൽ പൊസിഷൻ അവിടെ, ആൻഡ് ഇഫ് ഇറ്റ് റീച്ചസ് ദാറ്റ് പൊസിഷൻ, അതിനെടുക്കുന്ന ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈം പീരീഡിനെ പറയുന്ന പേരാണ് പീരീഡ് ഓഫ് ദാറ്റ് ഓസിലേഷൻ. ആൻഡ് ഫ്രീക്വൻസി, വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഇസ് റിലേറ്റഡ് ടു ടൈം പീരീഡ് as 1/t. അതായത് ഒരു ഓസിലേഷൻ ഒരു യൂണിറ്റ് ടൈമിൽ, നമ്മളിപ്പോൾ സെക്കൻഡ്സിൽ എടുക്കുന്നെങ്കിൽ ഒരു യൂണിറ്റ് സെക്കൻഡിൽ എത്ര ഓസിലേഷൻ നടക്കുന്നു, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ ഒരു യൂണിറ്റ് സെക്കൻഡ്, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 യൂണിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ടി പ്ലസ്, ഇത് ടൈം ടി, ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ അണ്ടർഗോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അറ്റ് ടൈം ടി. വി ടേക്ക് അറ്റ് ടൈം ടി പ്ലസ് 2π omega. T plus 2π omega per displacement of particle. We want to find the displacement of particle. So we give that x of t plus 2π omega. T യുടെ സ്ഥാനത്തെല്ലാം t plus 2π omega ഇവിടെ കൊടുത്താൽ മതി. അതായത് a sin omega 0 t plus 2π omega plus okay, plus 5. ഓക്കെ, നമ്മൾ ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അതായത് മൾട്ടിപ്ലൈ ചെയ്യാണ്. എ സൈൻ ഒമേഗ 0 t പ്ലസ് ഒമേഗ 0 ഇൻറ്റു 2π omega 0 ആണ്.
ഒമേഗ സീറോ എന്നുള്ള നമ്മളൊരു സബ്സ്ക്രിപ്റ്റ് കൊടുത്താൻ കാരണം എന്ന് വെച്ചാൽ അത് ആ ഓസിലേറ്ററിൻ്റെ അല്ലെ സിമ്പിൾ ഇറ്റ് ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. നമ്മളിനി പഠിക്കാൻ പോകുന്നത്, നമ്മൾ അടുത്ത ക്ലാസ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ആ സമയത്തൊക്കെ നമ്മുടെ ഈ ഓസിലേറ്ററിന് അല്ലെങ്കിൽ സ്പ്രിങ്ങിന് നമ്മൾ എക്സ്റ്റേണൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതിന് വേറൊരു ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ നമ്മളതിന് ഒമേഗ വെച്ച് റെപ്രസെൻറ്റ് ദാറ്റ് എക്സ്റ്റേണൽ ഫ്രീക്വൻസീസ് ഒമേഗ. സോ വി ടേക്കിംഗ് ഒമേഗ സീറോ ആസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദിസ് ഓസിലേറ്റർ. അതുകൊണ്ടാണ് ഈ സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. ഒമേഗ സീറോ ടി പ്ലസ് വി വെൻ മൾട്ടിപ്ലൈ ദിസ് ടു ഇൻസൈഡ് ഒമേഗ സീറോ കട്ടായിപ്പോൾ പ്ലസ് 2π പ്ലസ് 5 എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു a sin omega 0 t plus 5 plus 2π. Okay, take this as a term. നമുക്കറിയാം ട്രിഗണോമെട്രിക് റിലേഷൻ, വി നോ ദ ട്രിഗണോമെട്രിക് റിലേഷൻ സൈൻ തീറ്റ പ്ലസ് 2π ഈക്വൽ ടു സൈൻ തീറ്റ. ആ റിലേഷൻ നമുക്കറിയാം. അതായത് സൈൻ കർവ് ഇങ്ങനെയാണ്. അതായത് ഒരു തീറ്റയുണ്ട്, നമ്മളതിനോട് ഒരു 2π കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അതേ പൊസിഷൻ, ഇനീഷ്യൽ ആ പൊസിഷനിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് തന്നെ സൈൻ തീറ്റ പ്ലസ് 2π ഈക്വൽ ടു സൈൻ തീറ്റ. സോ നമ്മൾ ആ റിലേഷൻ ഇവിടെ കൊടുക്കുകയാണ്. അതായത് എക്സ് ഓഫ് ടി പ്ലസ് 2π ബൈ ഒമേഗ 0 ഈക്വൽ ടു എ സൈൻ. ഈ 2π നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സൈൻ തീറ്റ പ്ലസ് 2π ഈക്വൽ ടു സൈൻ തീറ്റ. സോ സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് 2π ഈക്വൽ ടു സൈൻ ഒമേഗ 0 t plus 5. And these two equation 1ഉം equation 2ഉം സെയിം ആണ്. അതായത് അറ്റ് ടൈം ടി ഉണ്ടായിരുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ടൈം ടി പ്ലസ് 2π ബൈ ഒമേഗ സീറോയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് കം ബാക്ക് ടു ഇനീഷ്യൽ പൊസിഷൻ ഇൻ ടൈം 2π ബൈ ഒമേഗ സീറോ. അതായത് 2π ബൈ ഒമേഗ സീറോ എന്ന ടൈം കൊണ്ട് ഈ പൊസിഷനിൽ നിന്ന്, അതായത് എക്സ് ടി എന്നുള്ള പൊസിഷനിലേക്ക് വേറെ എക്സ്ട്രീം എത്തി തിരിച്ച് അതേ പൊസിഷനിലേക്ക് നമ്മുടെ ഓസിലേറ്റർ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതേ പൊസിഷനിൽ ഇത്രയും ടൈം കഴിയുമ്പോൾ ഈ ഓസിലേറ്ററിന്റെ പൊസിഷൻ ഇങ്ങനെ കാണുന്നത്. സോ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പീരീഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. വി ഡിഫൈൻ പീരീഡ് as the time taken to complete oscillation. So we can write this time period as 2π by omega 0. 2π by omega 0 എന്ന ടൈം കൊണ്ട് ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പിന്നെ നമ്മുടെ ഇതിന് ഓസിലേറ്ററിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് തന്നെ ടൈം പീരീഡിനെ 2π ബൈ ഒമേഗ 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ടൈം 2π ബൈ ഒമേഗ 0 ഒമേഗ 0. ഓക്കെ, അപ്പോൾ സമയം ഓക്കെ 10:20 വരെയുള്ള ടൈം. അപ്പോൾ സമയം ഏകദേശം തീരാൻ പോകുന്നതാണ്, മനസ്സിലായി. അപ്പം ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. വോയിസ് മാറ്റിയിട്ട് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ സമയമില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലെങ്കിലും അത് പറഞ്ഞു തരാൻ പറ്റും. മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം കർവ് വരയ്ക്കാണ്ട്. കൂടാതെ പിന്നെ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, വി ആർ സ്റ്റഡിങ് സം അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതൊക്കെ ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെ ഓരോരോ കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ്. സോ ഇത് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന വൈറ്റ് ബോർഡിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മനസ്സിലാവാതെ ഉണ്ടെങ്കിലൊക്കെ പറയണം. കാരണം എനിക്ക് അടുത്ത ക്ലാസ്സുകളിൽ മാറ്റമല്ലോ, വോയിസ് മനസ്സിലാവുന്നില്ലെങ്കിൽ, വോയിസ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. കാരണം അടുത്ത ക്ലാസ്സിൽ എനിക്കത് മാറ്റാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പോൾ ലാബിൻ്റെ കേസ് ഇന്ന് എന്തായാലും ലാസ്റ്റത്തെ 2 പീരീഡ് ലാബാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഉണ്ടാവില്ല. കാരണം നമുക്ക് ലാബ് ഇപ്പം ഫസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ലാബ് മാനുവലൊക്കെ ശരിയാകാനുണ്ട്. അപ്പം ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച മുതൽ ലാബ് തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ 10:20 വരെയല്ലേ ക്ലാസ്? അല്ലേ, 10:20 വരെയല്ലേ ക്ലാസ്?
നമുക്ക് നിർത്താൻ തോന്നുന്നു 1 മിനിറ്റ്.